ഹലോ ഗൈസ്, ഇത് ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ചെയ്യണം കേട്ടോ. രാവിലെ തന്നെ ഇതാ ഞാൻ ഈ അടിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അച്ഛനും അമ്മയും വീട്ടിലില്ല, അവർ ട്രിപ്പ് പോയതാണ്. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ അടിച്ചോലൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ചെടി കണ്ടോ, നന്നായി വിരിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അടുത്തൊരു ചെടി ഇതാ. ചെടികളൊക്കെ അധികം ഇപ്പോൾ വേനൽക്കാലമായ ടൈമിൽ അധികം കരിഞ്ഞു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഒക്കെ വെച്ചിട്ട് വേണം. പിന്നെ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ പുറത്ത് തന്നെ വെച്ച് കായ്ച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതല്ല, ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ചുണ്ടായിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മളെ റോട്ടിക്ക് തന്നെ ആയിട്ടുള്ള ഭാഗത്ത് നോക്കുമ്പോൾ തന്നെ കാണുന്നോടത്തായിട്ടുള്ള ഇപ്പോൾ അതൊരു പൂവുണ്ടായിട്ടുണ്ട്. ഇതമ്മയാണ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവുക. ഇവിടെ തന്നെ ആയിട്ട് ഇതാ കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഇത് അവക്കാഡോൻ്റെ മരമാണ്. ഒന്നും ആയിട്ടില്ല, തയ്യപ്പോൾ വെച്ച് പിടിച്ച് വളർന്നു വരുന്നുള്ളൂ അവക്കാഡോ. മരത്തുമ്പോൾ മാങ്ങ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അത് നമുക്കിപ്പോൾ കിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ ഹാംസ്റ്റർ ഉണ്ട്. നമ്മൾ ഇപ്പോൾ മേടിച്ചതാണ് 2 ദിവസം മുന്നേ. കാണൂല, ഫുൾ ടൈം ഉറക്കം തന്നെയാണ് അവർ. നോക്കാം, കാണോ ഇല്ല. ഈ കൂട്ടിലാണ് അവരുള്ളത്. 2 പേരും നല്ല ഉറക്കമാണ്. അത് കാണില്ല. അപ്പോൾ അത് അച്ഛമ്മയും ചേച്ചി കൂടെ എന്തൊക്കെയോ പണിയിലാണ്. നമുക്ക് പോയി വെക്കാം അവരെന്താ ചെയ്യണത്. കണ്ടോ, ഇവിടെ തന്നെ കുറച്ച് മീനൊക്കെ ഉണ്ട്. അച്ഛമ്മ എന്താ പാത്രം കഴിക്കുകയാണ്. മുഴുവൻ ഡ്രസ്സും നമുക്ക് തിരുമ്പിയിടാനുള്ളതാണ്. ഈ ബാഗിലും പിന്നെ ഈ ഒരു ബാഗിലും ഫുള്ള് ഡ്രസ്സാണ്. നമുക്കത് തിരുമ്പാം. ഞാൻ എറണാകുളത്ത് ഒരു 1 ഇയർ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ 1 ഇയർ കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് പോകുന്നു. അവിടെ നിന്നുള്ള എൻ്റെ എല്ലാ ഡ്രസ്സും എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഡ്രസ്സും ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്ത് വെക്കാൻ ഞാൻ കരുതി. അപ്പോൾ അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എടുത്തുള്ള ഒരു ചേച്ചി വീട്ടിൽ വന്ന് പോയി. അപ്പോൾ നമുക്ക് എല്ലാ ഡ്രസ്സും ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വരുന്ന വഴിക്ക് ഭയങ്കര മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ബാഗും ഒക്കെ നനഞ്ഞിട്ട് ബാഗിൻ്റെ ഉള്ളിൽ ഉള്ള ഡ്രസ്സുകളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രസ്സ് കഴുകി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. ഹാളിലൊക്കെ നിറച്ച് കൊപ്പരയാണ്. അപ്പം നല്ല മഴക്കാലമായിരുന്നു, ഉണക്കാനൊന്നും പറ്റാറില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ കൊപ്പരയുണ്ട്. കറിയൊക്കെ അത് അവിടെ അടുക്കളയിലാവുന്നുണ്ട്. ഞാൻ അപ്പോഴേക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് താഴത്തുള്ള റൂമുകളെ ക്ലീൻ ചെയ്യണുള്ളൂ. ഞാൻ മുകളിലേക്കൊന്നും പോയിട്ടില്ല ക്ലീൻ ആക്കാനായിട്ട്. അച്ഛനും അച്ഛമ്മയും അനിയനും ചേച്ചിയും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിൽ. പറഞ്ഞില്ല, അച്ഛനൊക്കെ ഇവിടെ വയനാട് അച്ഛൻ്റെ ഒക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ അച്ഛനും അമ്മയും കൂടെ അവർ ട്രിപ്പ് പോയതാണ്. അവർ നാളെയൊക്കെ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ റൂം ക്ലീൻ ചെയ്യുന്നത് കാണാം കേട്ടോ.
റൂമൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും നമ്മൾ മെഷീനിൽ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വിചാരിച്ചു. ഒക്കെ തോരയിടുകയാണ് ഇപ്പോൾ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ചോറിനാൻ വേണ്ടി നോക്കുകയാണേ. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഞങ്ങൾ തറവാട്ടിക്ക് കടച്ചക്ക പൊട്ടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിമേ പോണത്. അച്ഛൻ പറഞ്ഞ പ്രകാരമാണ് ഞങ്ങൾ പോകുന്നത്. നന്ദനത് അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. സ്കൂട്ടിമേ വരുന്നുണ്ട് അവള്. അച്ഛച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. അനന്തത നടക്കുന്ന റൂട്ടിൽ ഞങ്ങൾ പോവുകയാണ്. തിരുനെല്ലങ്ങാടിയിൽ നിന്ന് ഞാനും ചേച്ചിയും കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തറവാട്ടിക്ക് എത്താനായി. ഭയങ്കര തണലുള്ള സ്ഥലമാക്കണം. പാടത്തിൻ്റെ അടുത്താണ് നമ്മൾ തറവാട് വരുന്നത്. ഇവിടെ ഒരു മണ്ഡപമൊക്കെ നമുക്ക് എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ അതാ എൻ്റെ ചേച്ചിയും ചെറിയമ്മയും കൂടെ കടച്ചക്ക പൊട്ടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ്. അപ്പോൾ അവരിതാ അങ്ങനെയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. വലിയൊരു തോട്ടിയാണ്. തോട്ടി വിലങ്ങണില്ല. നമുക്ക് 2-3 കടച്ചക്ക നമ്മൾ പൊട്ടിച്ചു. ഇനി 2 കൂടെ ഉണ്ട്. അതായിട്ടില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ഉമ്മറത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അച്ഛൻ ഉമ്മറത്തിരിക്കുന്നുണ്ടാവും. അച്ഛനെ കാണിച്ചു തരാം. നമ്മളെ അച്ഛൻ വൈകുന്നേരമായപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ അനിയനും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പോവുകയും ചെയ്തു. നമ്മളെ ഹാംസ്റ്ററിനൊക്കെ എടുത്ത് കളിപ്പിക്കുകയായിരുന്നു അവർ പോയി അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു.